അതുപോലെ തന്നെ മൂന്നാമത്തതിൽ തൻവീനിലും ഇതുപോലെ 6 ആക്ടിവിറ്റികളുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതായത് അത് അങ്ങനെ 30. അതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതുപോലെ പറഞ്ഞുതരും. ആ പറഞ്ഞതിൽ ശരിയായത് നമ്മൾ ചെയ്യുക. അതിലും 10 ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റി അതുപോലെ തന്നെ അത് 10 ഉണ്ട്. അതുപോലെ നാലാമത്തെ ആക്ടിവിറ്റി അതുപോലെ അഞ്ചാമത്തേത് ഒക്കെ ഓരോന്നോരോന്നേ കാണിക്കുന്നുള്ളൂ. അതായത് അസീർ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ലാസ്റ്റ് തൻവീനാണല്ലോ വരുന്നത്. അപ്പോൾ അസീർ എന്ന് പറയുമ്പോൾ നൂനാണോ വരേണ്ടത് തൻവീനാണോ വരേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ശരി, അസീർ ഹബ്സുന് അതന്നെയാണ് ഉപയോഗിക്കുക. തൻവീന് നൂന് ഉപയോഗിക്കുക. ലബൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഇനി ആറാമത്തിൽ എന്താ നോക്കുക? ഉസുൻ എന്നാണ്. അപ്പോൾ ഉസുൻ എന്നല്ല ഉസുൻ എന്നാണ്. അപ്പം നൂന് ദിർസുൻ എന്നാണ്. അപ്പോൾ തൻവീൻ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ 3-ൽ തൻവീൻ്റെ മറ്റുള്ള ആക്ടിവിറ്റികളിൽ കാണിക്കുന്നത്. ഇനി സുക്കൂന് അതിലും 9ഓളം ആക്ടിവിറ്റികളുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ മൂന്നാമത്തതിലുള്ള സുക്കൂന്, തൻവീന്, ശദ്ദ ഈ 3 ആക്ടിവിറ്റികളും നമ്മൾ പിന്നെ ഏകദേശമൊക്കെ പറഞ്ഞു തീർന്നു ഇൻഷാ അല്ലാഹ്.